അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ അടുത്ത ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഷാഇൻ്റെ രണ്ട് ഇനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇൻഷാ ത്വലബി എന്നും ഇൻഷാ ഗൈർ ത്വലബി എന്നും. അപ്പോൾ അവിടെ നമ്മൾ ഇൻഷാ ത്വലബീനെ കുറിച്ച് സംസാരിച്ചു. ബഹ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇൻഷാ ത്വലബി ഒരു തേട്ടത്തെ അറിയിക്കുന്ന സംഗതി അല്ലേ, അതിൻ്റെ അംറ്, നഹി, അതുപോലെ തന്നെ തഅജ്ജുബ്, ഇസ്തിഫാം തുടങ്ങിയുള്ള അതിൻ്റെ സിയാകൾ, അതിൻ്റെ ഇനങ്ങളെക്കുറിച്ച് നമ്മൾ അതിലൂടെ പരാമർശിച്ചു പോയി. എന്നിട്ട് ബഹ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഇൻഷാ ത്വലബിയാണ് ഇനി ബലാഗയിൽ ചർച്ച വരിക എന്ന് അല്ലേ. അതാ നോക്കോളി, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഓരോ ഇനങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായി നമ്മൾ പഠിക്കാനുണ്ട്. ഇൻഷാ ത്വലബി അതിൽ അൽ അംബ്രു, ഒന്നാമത്തെ അംബ്രിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അംബ്ര് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരാളോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിനാണ് അംബ്ര് എന്ന് പറയുക. ഉക്തുബ്, നീ എഴുതി എന്ന് പറയും അല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇതിനാണ് നമ്മൾ അംബ്ര് എന്ന് പറയൽ. പക്ഷേ ഈ അംബ്ര് ഫേല് കൊണ്ട് നമ്മളൊരു കൽപ്പനയാണെങ്കിൽ തന്നെയും അതുകൊണ്ട് വേറെ പല ഉദ്ദേശങ്ങളുണ്ടാവാം. ചില ആളുകൾക്ക് നമ്മൾ ധൈര്യം അങ്ങോട്ട് വാ എന്ന് പറയാറുണ്ട് അല്ലേ. എന്താ അതിൻ്റെ അടുത്ത് വന്നിട്ട് വരാൻ പറഞ്ഞതാ? അപ്പോൾ അല്ലല്ലോ, അവൻ വരാതിരിക്കാനാണ് പറയണത്, അവനെ പേടിപ്പിക്കുകയാണ് നമ്മൾ അല്ലേ ഇല്ലേ. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്കുണ്ടല്ലോ, ഉറപ്പല്ലേ. അത്ര എന്താണ് വലിയ ആളാണെങ്കിൽ എന്നുവെച്ചൊന്ന് അത് കാര്യം അതൊന്നും ചെയ്താ എന്ന് പറയും. എനിക്ക് വലിയ വർത്തമാനം പറയേണ്ടതെന്ന് ചെയ്യ് എന്നിപ്പോൾ അതിനർത്ഥം എന്താ? അവനക്ക് കഴിയൂല, അവൻ അശക്തനാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റം ഈ അംബ്രിൻ്റെ അതൊരു ജുംലയിൽ വരുമ്പോൾ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. മിൻ റിസാലത്തിൻ ലി അലി റളിയല്ലാഹു അൻഹു അൻ ബഅസ ബിഹാ ഇലാ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു വകാന ആമിലൻ ബിമക്കത്ത. അലി റളിയല്ലാഹു അൻഹു ഒരു കത്ത് അയക്കുകയാണ്. ആർക്ക്? ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തങ്ങളിലേക്ക്. അദ്ദേഹം മക്കയിലെ ഗവർണറാണെന്ന്. അപ്പോൾ കത്തയച്ചു. അമ്മാ ബഅദ്, പ്രാരംഭ മുറകൾക്കൊക്കെ ശേഷം. ഫാഖിം, നിങ്ങൾ നിലനിർത്തണം, ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, അൽ ഹജ്ജ, ഹജ്ജിനെ. വദക്കിറുഹും, നിങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ബി അയ്യാമില്ല, അള്ളാഹുവിൻ്റെ അല്ലേ മുൻകഴിഞ്ഞ് പോയ ദിവസങ്ങളെക്കുറിച്ച്. അള്ളാഹു മുൻ സമുദായങ്ങൾക്ക് നൽകിയ ശിക്ഷകളും മറ്റൊക്കെ ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. വജ്ലിസ് ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കണം. അസുറൈനി, രാവിലെയും വൈകുന്നേരവും. അതിനാണ് അസുറൈനി എന്ന് പറയൽ. രാവിലെയും വൈകുന്നേരത്തിനാണ് അസുറൈൻ, 2 അസർ എന്ന് പറഞ്ഞ കേട്ടോ. അഫ്തി, നിങ്ങൾ ഫത്വ കൊടുക്കണം. അൽ മുസ്തഫ്തിയ, ഫത്വ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങൾ ഫത്വ കൊടുക്കണം. വഅല്ലിമിൽ ജാഹില, വിവരമില്ലാത്ത ആളുകളെ നിങ്ങൾ പഠിപ്പിക്കണം. വദാക്കിറിൽ ആലിമ, ആലിമിന് നിങ്ങൾ ഉപദേശം നൽകണം. അപ്പോൾ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും തന്നെയാണ് ഒരു കൽപ്പന തന്നെയാണ്. കാരണം ഭരണാധികാരിയാവുന്ന അലി റളിയല്ലാഹു അൻഹു ഖലീഫ തൻ്റെ ഒരു ഗവർണർക്ക് ഉപദേശം നൽകിക്കൊണ്ട് കത്ത. അപ്പോൾ ഇതൊരു കൽപ്പന തന്നെയാണ്, ഒറിജിനൽ അംർ തന്നെയാണ്. അതിൽ ഇനി വേറൊന്നും ചെയ്യല്ല അവിടെ പറയാനില്ല. അടുത്ത നോക്കി. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയാണ്, വൽയൂഫു നുദൂറഹും വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ഫൽയൂഫു, അവർ പൂർത്തിയാക്കട്ടെ, നുദൂറഹും, അവരുടെ നേർച്ചകളെ, വൽയത്തവഫു, അവർ തവാഫ് ചെയ്യട്ടെ, ബിൽ ബൈത്തിൽ അതീഖ്, പരിശുദ്ധമായ കഅബാലയം. അപ്പം അല്ലാഹു തആല അടിമകളോടുള്ള കൽപ്പനയാണ് അത്. അപ്പം അവിടെയും കൽപ്പന തന്നെയാണ്, അവിടെയും വേറെ കാര്യങ്ങളൊന്നും പിന്നില്ല. ഇനി വഖാല, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ സ്ഥിരമാക്കണേ, നിങ്ങളെ നഫ്സുകളെ സൂക്ഷിക്കണേ. ലാ യദുറുക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. മൻ ളല്ല, പേച്ചുപോയ ആളുകൾ. ഇദാ ഇഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിലായി കഴിഞ്ഞതിന് ശേഷം പേച്ചുപോയ ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. ഖാല, അതും നേരത്തെ പറഞ്ഞ നേരെ അംർ തന്നെയാണ്, ഒരു കൽപ്പനയാണത്. ഖാല, അല്ലാഹു തആല പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന,
വബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഇഹ്സാനം ഗുണം ചെയ്യണേ. ഈ 4 ഉദാഹരണങ്ങളും നേരെ ഒരു കൽപ്പനൻ്റെ അംറിൻ്റെ യഥാർത്ഥ അംറ് സിയനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 4 ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തിന് നേരെ അംറ് ഹാദിറാണ്, അഖിം, ദക്കിർ, ഇജ്ലിസ്, അഫ്തി, അല്ലിം, ദാക്കിർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അംറ് ഹാദിർ. അപ്പോൾ അത് അംറിൻ്റെ ഒരു സീഗേനെന്ന് അറിയിക്കാൻ. രണ്ടാമത്തോട്ട് വല്യൂഫ് വല്യത്തോഫ് എന്ന് പറഞ്ഞാൽ അംറ് ഗായിബിൻ്റെ സീഗേന്, അപ്പോൾ അതിനെയും പറഞ്ഞു. പിന്നെ അലൈക്കും അംഫസക്കും എന്നുള്ളടത്ത് അലൈക്കും അത് ഇസ്മ ഫീലാണ്, അങ്ങനെയും അംറ് ഫീൽ വരാം. പിന്നെ അംറിന് പകരം മസ്ദർ വരുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനൻ, ശരിക്കും അഹ്സൻ ബിൽ വാലിദൈനി എന്നുണ്ടാകുക. അപ്പോൾ ആ അംറിന് ഫീലിന് പകരം മസ്ദർ വന്നത്. അപ്പോൾ ഈ 4 രീതിയിൽ എന്ത് വരാം, അംറ് വരാം എന്നത് അറിയിക്കാനാണ് അംറിൻ്റെ ഉദാഹരണത്തിൽ 4 പറഞ്ഞത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുകളിൽ മേലെയുള്ള തന്നെക്കാൾ സ്ഥാനം ഉയർന്ന ഒരാൾ താഴെയുള്ള ആളോട് ഒരു കാര്യം കൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് നേരെ അംറ് എന്ന് പറയും. ഇനിയുള്ള ഉദാഹരണങ്ങളാണ് നാം നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥങ്ങളും എങ്ങനെയൊക്കെ വരുന്നതെന്ന്. കാല അബു ത്വയ്യിബ് മുത്തനബി പാടി ഫി മദഹി സൈഫുദ്ദൗലയെ പുകഴ്ത്തിക്കൊണ്ട് പാടി. ഖദാഫല്യസ്രി മൻ ത്വലബൽ ആദി വമിസ്ല സുറാക ഫൽയകുനിത്വിലാബു. കഥാപ്രകാരം വല്യശ്രീ സഞ്ചരിക്കട്ടെ, മൻ ഒരുത്തൻ സഞ്ചരിക്കട്ടെ, ത്വലബ അവൻ തേടിയിരിക്കുന്നു, ആദി ശത്രുക്കളെ. അഅദാഇൻ്റെ ജമ്മാണ് ആദി. അഅദ എന്നുള്ളത് അദുവിൻ്റെ ജമ്മാണ്. അപ്പോൾ അദുവിൻ്റെ ജം ആണ് ആദി എന്ന വാക്ക്. അപ്പോൾ ശത്രുക്കളെ തേടുന്ന ആൾ അവൻ സഞ്ചരിക്കട്ടെ. ഫല്യസ്രി മൻ ത്വലബൽ ആദി മിസ്ല, അപ്പം അങ്ങനത്തെ ആൾ സഞ്ചരിക്കട്ടെ. ഓ മിസ്ല സുറാക്ക നിങ്ങളുടെ സഞ്ചാരം പോലോത്തത്. ഫല്യക്കുനിത്വിലാബു അതാവട്ടെ ആവശ്യം, അതാവട്ടെ അവൻ്റെ തേട്ടം. നിങ്ങളുടെ യാത്ര സഞ്ചാരം പോലോത്തതാവട്ടെ അവൻ്റെ തേട്ടം. ഇവിടെ യഥാർത്ഥത്തിൽ മുത്തനബി വേറൊരാൾ കൽപ്പിക്കുന്നല്ലേ, ഷോനെ ഒരു എന്താ ചെയ്യുക, സന്മാർഗം, ഒരു ഇർഷാദ്, നേർമാർഗത്തിലേക്ക് നയിക്കുകയാണ് അർത്ഥം. അർത്ഥോദാനം നോക്കി. ഒക്കാല യുഹാത്തിബുഹു, ഒക്കാല ഈ അബൂ ത്വയ്യിബിനെ യുഹാത്തിബുഹു ആരോട് പറയാണ്, നേരെ സൈഫുദ്ദൗലയോട് സംസാരിക്കുകയാണ്. അസൽ ഹസദൽ ഉസ്സാദി അന്നി ബക്കൈ ബി അന്നി ബികത്ബിതിഹിം ഫഅൻതല്ലദീ സയ്യർതുഹും ലീ ഹുസ്സദാ. അൻത അസൽ നിങ്ങൾ നീക്കുക, നിങ്ങൾ നീക്കില്ലേ. അസൽ ഹസദൽ ഹുസ്സാദി അന്നി ആസദീങ്ങളുടെ അസൂയക്കാരുടെ അസൂയയെ എന്നെ തൊട്ട് നിങ്ങൾ നീക്കണം. ബി കബുത്തിഹിം അവരെ നിന്ദിച്ചുകൊണ്ട്. കബുത്ത് പറഞ്ഞാൽ അതല്ല നടത്തും, അവരെ നിന്ദിക്കലുകൊണ്ട് എന്ത് ചെയ്യണം, ആസദീങ്ങളുടെ അസൂയക്കാരും അസൂയ നിങ്ങൾ എന്നെ തൊട്ട് നീക്കണേ. അൻസല്ലതി കാരണം നിങ്ങളാണ്, സ്വയ്യർത്തഹും നിങ്ങളാണ് എനിക്ക് അവരെ ആക്കി തീർത്തത്, ഹുസ്സദൻ അസൂയക്കാർ. നിങ്ങൾ എനിക്കൊരുപാട് നൽകുകയും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് എന്നോട് അസൂയായി. അപ്പം നിങ്ങളാണ് അസൂയക്കാരുണ്ടാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ അസൂയക്കാരുടെ അസൂയൊക്കെ നീക്കണേ. അത് ഒരു രാജാവിനോടാണ് പറയണത്. രാജാവിനോട് അംബ്രസിയെ വെച്ച് പറഞ്ഞാൽ അത് കൽപ്പനയാവില്ല, എന്തേ ആവുള്ളൂ, ദുആ തേട്ടപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയാറുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലനാ, അള്ളാഹുവേ നിങ്ങൾക്ക് പുറത്തുണ്ട് റബ്ബേ. അവിടെ യഗ്ഫിറിന് അംബ്രസിയെ ഉപയോഗിക്കണം, പക്ഷേ അത് കൽപ്പനയായിട്ടല്ലല്ലോ എണ്ണത്, എന്താണ്, ദുആ ആണ്. മനസ്സിലായില്ലേ? അപ്പം അതേപോലെ ഖാല ഇംറുൽ ഖൈസ് പാടി. ഖിഫാന ബിക്കി മിൻ വിക്റാ ഹബീബി വമൻസിലി ബിസ്ഖത്തിൽ ലവാ ബൈന തഹുമി വഹൗമലി. ഖിഫ നിങ്ങൾ രണ്ടാളും നിൽക്കും. ഇത് അറബികളുടെ പതിവാ. അറബികൾ ചിലപ്പോൾ കവിത പറയുമ്പോൾ തൻ്റെ കൂടെ 2 ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കും. എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് കവിതയിലൂടെ പറയും. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഖിഫ നിങ്ങൾ 2 ആൾ നിൽക്കൂ, നബിക്ക് നമുക്ക് ഒന്നിച്ച് കരയാം. മിൻ ദിക്റ ഹബീബി എൻ്റെ പ്രേയസിയെ, എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ആലോചിച്ചിട്ട്, ഒമൻസിലി അവരുടെ വീടിനെയും, ബി സിഖത്തുല്ലവ എവിടെയുള്ള സിഖത്തുല്ലവയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ്, വൈന ദഹൂമി ഫഹൗമലി ദഹൂലിൻ്റെയും ഹൗമലിൻ്റെയും ഇടയിലുള്ള സിഖത്തുല്ലവ എന്ന പ്രദേശത്തുള്ള അവളുടെ വീടും അവളെയും ആലോചിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കരയാം. ഇവിടെയും ഖിഫ നിങ്ങളുടെ നിൽക്കൂ എന്ന് അംബ്രസിയ പറഞ്ഞു. പക്ഷേ അവിടെ അമ്രോണ്ട് ഉദ്ദേശം യഥാർത്ഥ അമ്രല്ലല്ലോ. കാരണം കൂട്ടുകാരന്മാരോട് പറയുമ്പോൾ എന്താവില്ല, അത് കൽപ്പനയാവില്ല, അതൊരു ഇൽത്തിമാസ് തേട്ടം തന്നെ പറയുള്ളൂ. മോനിച്ചാൽ പേന നിൽക്കടാന്ന് പറയും.
പക്ഷെ അത് കൽപ്പനയല്ലല്ലോ, എടുത്തരാൻ വേണ്ടി തേടുകയാണല്ലോ. ഖാല അയ്ളൻ വേറൊരു പ്രാവശ്യം ബുൽഗൈസ് പാടി അല 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 അയ്യുഹൽ ലൈലു ത്വവീലു അലൻജല ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസല അല അല അയ്യുഹൽ ലൈലു ത്വവീൽ അല അല്ലലെ അല്ലയോ ദീർഘമായ രാത്രിയെ അല ഇഞ്ചല നീ വെളിവായിട്ടില്ലേ, നീ വെളിവാകുന്നില്ലേ, രാത്രിയോടാണ് പറയണത്, നീ വെളിവാകുന്നില്ലേ, നീ പ്രകാശം പരത്തുന്നില്ലേ, ബിസുബ്ഹിൻ സുബഹി കൊണ്ട് നീ വെളിവാകുന്നില്ലേ, വമൽ ഇസ്ബാഹു പ്രഭാതമാകലല്ല മിൻകി നീ നിന്നും ബി അംസല ഏറ്റവും വലുതല്ല, ഏറ്റവും ഉദാത്തമല്ല, എനിക്ക് കണക്കൊക്കെ അഫ്സലല്ല എന്നർത്ഥം, എനിക്ക് നീ രാത്രിയാകലും ഇല്ലാത്ത കണക്ക് തന്നെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ രാത്രിയോടാണ് നീ വെളിവാകുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ്റെ ആഗ്രഹം പറയാനാണ് അല്ലേ, നീ പോയില്ലേ, ആജ് കൂടുതൽ പോയില്ലേ എന്നറിയില്ലേ, നീ പോണില്ലേ അല്ലേ, പോയില്ലേ പോക് ഒരാഗ്രഹം പറയല് തമന്നി എന്ന് പറയും. ഒക്കാല അബുത്തൊയ്യബ് എന്ന കവിപാടി ഇഷ് അസീസൻ ഔ മുത് വഅൻത കരീമുൻ ബൈന തുഅനിൽ ഖന വഖഫഖിൽ ബുനൂദി. ഇഷ് അസീസൻ നീ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്തോ ഐശ്വര്യവാനായിക്കൊണ്ട് ജീവിച്ചോ, ഔ മുത് അല്ലെങ്കിൽ നീ മരിച്ചു പോയിക്കോ, അൻത കരീമൻ നീ ഏറ്റവും വലിയ ഉദാരമതിയായിട്ട്. ബൈന തുഅനിൽ ഖവ എവിടെ വെച്ചുകൊണ്ട്, ബൈന തുഅനിൽ ഖന കുന്തങ്ങളുടെ കുത്തിനിടയിലും, വഖഫഖിൽ ബുനൂദി പതാകകളുടെ ആട്ടത്തിനിടയിലും, യുദ്ധഭൂമിയിൽ വെച്ച് നർത്ഥം. അവിടെ അങ്ങനെ ജീവിക്കലും അവിടെ നീ കരീമായി മരിക്കലും രണ്ടും ചെയ്തതാണ്, രണ്ടും സമമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തസ്വീയത്ത് എന്ന് അതിന് പറയല്. വക്കാല ലാഹറു വേറൊരു കവിപാടി അറൂനി ബഖീലൻ ത്വാല ഉംറൻ ബിബുഖ്ലിഹി വഹാതു കരീമൻ മാത മിൻ കസ്റത്തിൽ ബദലി. അറൂനി നിങ്ങളെനിക്ക് കാണിച്ചു തരൂ, ബഖീലൻ ഒരു പിശുക്കനായ മനുഷ്യനെ, ത്വാല ഉംറൻ അയാൾക്ക് ഒരുപാട് ആയുസ് നീട്ടിക്കിട്ടി, ബി ബുഖ്ലിഹി അയാൾ പിശുക്കിയ കാരണം കൊണ്ട്, തൻ്റെ പിശുക്ക് കൊണ്ട് ആയുസ് കുറേ ദീർഘിച്ച ഒരാൾ എനിക്ക് കാണിച്ചു തരുമോ, കഴിയൂല. വഹാത്തു കരീമൻ മാത മിൻ കസ്റത്തിൽ ബദലി, വഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ കരീമൻ ഒരു ധർമ്മിഷ്ഠനെ, മാത്ത അയാൾ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി, മിൻ കസ്റത്തിൽ ബദലി അയാൾ ചിലവഴിക്കൽ കൂടിയതുകൊണ്ട് പെട്ടെന്ന് മരിച്ചുപോയി, അങ്ങനത്തെ ഒരാളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബുഹ്ലുകൊണ്ട് ഒരുപാട് ആയുസ് കൂട്ടി കിട്ടിയ ഒരാളെ കാണിച്ചു തരുമോ, നിങ്ങൾക്ക് കഴിയൂല എന്നർത്ഥം, അശക്തത അറിയിക്കാൻ വേണ്ടിയില്ലേ. ഖാല ഗൈറുഹു ഇനി വേറെ ചില ആളുപാടി ഇദാലം തഖ്ശ ആഖിബത്തൽ ലയാലി വലം തസ്തഹി ഫസ്ന മാ തശാഉ. ഇദാലം തഖ്ശ നീ ഭയപ്പെടുന്നില്ലെങ്കിൽ, ആഖിബത്തൽ ലയാലി രാത്രിയുടെ അന്ത്യത്തെ, രാത്രി എന്താ സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല അല്ലേ, അതുകൊണ്ട് ആ രാത്രിയുടെ അന്ത്യം എന്താകുമെന്നറിയില്ല, അത് നിനക്ക് ഭയമില്ലെങ്കിൽ, ഫലം തസ്തഹി നിനക്കൊരു ലജ്ജയുമില്ലെങ്കിൽ, ഫസ്ന മാ തശാ പിന്നെ നീ ഉദ്ദേശിച്ച് ചെയ്തോ, പിന്നെ എൻ്റെ അടുത്ത് വർത്താനല്ല എന്നർത്ഥം, അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ല, അതൊന്നും പേടിയില്ല, എന്നാൽ പിന്നെ എൻ്റെ തോന്നിയ പോലെ ആയിക്കോ, എന്നാൽ അവനെ പേടിപ്പിക്കുകയാണ്, എന്നാൽ പിന്നെ ബാക്കി കണ്ടുകൊണ്ടില്ലേ, ആ അർത്ഥത്തിനാണത്. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. വകുലു നിങ്ങൾ ഭക്ഷിക്കണേ, വശ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്തോളൂ, ഹത്താ യതബയ്യന ലക്കും നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അൽ ഖൈത്തുൽ അബീദു വെള്ളനൂല്, മിനൽ ഖൈത്തിൽ അസ്വദി കറുത്ത നൂലിൽ നിന്നും, മിനൽ ഫജ്രി പ്രഭാത സമയത്ത്, അത് അത്താഴം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാണ്, അതായത് സുബഹി സമയം ആയി കഴിഞ്ഞ വരെ നിങ്ങൾ കഴിച്ചോളൂ, അതിൻ്റെ എപ്പോഴും കഴിക്കണ്ട, അതുകൊണ്ട് ആ സമയം വരെ നിങ്ങൾ കഴിച്ചോളും എന്നർത്ഥം. അന്ന് കഴിക്കൽ അനുവദനീയമാണ് എന്നർത്ഥം, അവിടെ ഉണ്ട്, നിർബന്ധമായിട്ട് കുടിക്കണം തിന്നണമെന്ന അല്ല, അതൊരു അനുവദനീയാണെന്നാണ് അപ്പോൾ പറയണത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത്രയാണ് ഉദാഹരണത്തിലുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ആ ഫസ്റ്റ് 4 കഴിഞ്ഞാൽ പിന്നെ വരുന്ന അംറിൻ്റെ സിയകളൊക്കെയും അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. നേരെ ഒരു കൽപ്പന മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത്, വേറെ പല ആശയങ്ങളും വേറെ പല കാര്യങ്ങളുമാണ് ആ അംറിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ അത് വ്യക്തമായി നിങ്ങൾ പഠിക്കുക. തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് ബഹ്സും ഖായിദയും. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിലുള്ള അംറിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം എന്താണ് അവിടെ നിന്ന് എടുത്ത് പറഞ്ഞു തന്നത്, കാരണം ബഹ്സ് 4 എടുക്കുള്ളൂ, അപ്പോൾ ആ കാര്യം തിരിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് കൃത്യമായി പഠിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മുമ്പ് തന്നിട്ടുള്ള ആ വർക്കുകളൊക്കെ കൃത്യമായി ചെയ്ത് അയച്ചു തരണം എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.